ഡീമൺ സ്ലെയർ മാങ്ക എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡീമൺ കിങ് ടാഞ്ചിറോ. കുറേ ഫ്രണ്ട്സും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. കേട്ടതിന് ശേഷം ടാഞ്ചിറോ എങ്ങനെയാണ് ഒരു ഡീമൻ ആകുന്നതെന്ന് കൺഫ്യൂസുമായി കാണും. അപ്പോൾ ഈ ഒരു ഡീമൺ കിങ് ടാഞ്ചിറോയുടെ ഫുൾ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് വന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഗ്ലിറ്റ്സ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനിമെ ഫാക്ട്സ് ആൻഡ് എക്സ്പ്ലനേഷൻ എല്ലാം നമ്മളുടെ ചാനലിൽ സംസാരിക്കുന്നതാണ്. ഇതുമാത്രമല്ലാതെ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാം. ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് സീ. ഡീമൺ കിങ് ടാഞ്ചിറോ ആദ്യമായിട്ട് അപ്പിയർ ആവുന്നത് ഡീമൺ സ്ലെയറിന്റെ അവസാനത്തെ ആർക്കായ സൺസെറ്റ് കൗണ്ട് ഡൗൺ ആർക്കാണ്. ഈ ഒരു ആർക്കിൽ വെച്ചാണ് മൂസാൻ വേഴ്സസ് ടാഞ്ചിറോ ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നത്. ഈ ഒരു ഫൈറ്റിൽ മൂസാന്റെ അഗേൻസ്റ്റ് ആയിട്ട് ടാഞ്ചിറോ മാത്രമല്ല എല്ലാവരും ഡീമൺ സ്ലെയർ ആയിട്ടുള്ള എല്ലാവരും മൂസാന്റെ അഗേൻസ്റ്റ് ആയിട്ട് ആ ഒരു ബാറ്റിലിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് ടാഞ്ചിറോ ആൻഡ് ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും കൂടി മൂസാനെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ നോർമലായിട്ട് കഴുത്ത് ബീഹെട്ട് ചെയ്ത് അങ്ങനെയല്ല ഡിഫീറ്റ് ചെയ്യുന്നത്. സൂര്യൻ വരുന്നവരെ മൂസാനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ എല്ലാവരും കൂടി ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഏതൊരു രീതിയിലും മൂസാൻ അകത്തേക്ക് പോകാത്ത പോലെ ഹോൾഡ് ചെയ്ത് വെക്കും. ആ ഒരു സമയത്ത് മൂസാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് മൂസാൻ ഒരു ജൈജാൻറ്റിക് ബേബിയായിട്ട് മാറും. ദെൻ അവിടെ നിന്ന് എങ്ങനെയും മൂസാൻ എസ്കേപ്പ് ചെയ്ത് പോകാൻ നോക്കിയപ്പോൾ ഗയോമി ആണെങ്കിൽ തൻ്റെ വെപ്പൺ യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് മൂസാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഗയോമിക്ക് കുറച്ച് ഡീമൺ സ്ലെയറും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പോയിന്റിലാണെങ്കിൽ ടാഞ്ചിറോ, ഒബാനായ് ആൻഡ് സനേമി ഇവരെല്ലാവരും കൂടെ അവരുടെ എല്ലാവരെയും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ ഫോംസ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യും. ഒരുപാട് സമയത്തിന് ശേഷം സൂര്യൻ വരും. മൂസാന്റെ ശരീരത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ സൂര്യപ്രകാശം കൊള്ളും. അതിനുശേഷം മൂസാൻ ആണെങ്കിൽ പതിയെ സൂര്യപ്രകാശം കാരണം പൊടിയായി പോകും. ആ ഒരു സമയം നോക്കി മൂസാന്റെ ജൈജാൻറ്റിക് ബേബി ഫോമില് ടാഞ്ചിറോ ആണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ തന്നെ മൂസാൻ ടാഞ്ചിറോനെ അബ്സോർബ് ചെയ്യും. അവസാനമായപ്പോൾ സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് മൂസാൻ കിബൂട്സുജി ഫുള്ളായിട്ട് തന്നെ പൊടിയായി അവിടെ നിന്ന് മാഞ്ഞു പോകും. ടാഞ്ചിറോ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ കിടക്കും. ഇത് കണ്ടിട്ടുള്ള ബാക്കി എല്ലാ ഡീമൺ സ്ലെയറും സന്തോഷിക്കും. കാരണം മൂസാൻ ഫുള്ളായിട്ട് തന്നെ ഇല്ലാണ്ടായി പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കാര്യം നടന്നത്. മൂസാൻ പൊടിയായിട്ട് മാഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ മരിച്ചാലും ഡീമൺസ് ഒന്നും ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായി പോവില്ലെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് തന്നെ മൂസാന്റെ ബോഡിയിൽ നിന്ന് ആ ഡീമന്റെ തോട്ട്സും ഡീമൺ സെൽസും കൂടെ ടാഞ്ചിറോയുടെ ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷമാണെങ്കിൽ അവിടെ വെച്ച് ടാഞ്ചിറോയും ഒരു ഡീമനായിട്ട് മാറും. മൂസാൻ കിബുട്സുജിന്റെ കുറച്ച് ബ്ലഡ് കിട്ടിയാൽ പോലും ആ ഒരു ഡീമൻ ഭയങ്കര പവർഫുൾ ആവും. ആണെങ്കിൽ മൂസാന്റെ സെല്ല് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ഡീമനാണ് ടാഞ്ചിറോ. അതുകൊണ്ട് തന്നെ മൂസാന്റെ ലെവലിൽ തന്നെ പവർഫുൾ ആയിരിക്കും ടാഞ്ചിറോ ഒരു സൺ ബ്രീത്തിങ് യൂസർ ആണ്. ഡീമൻസിന് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സൂര്യൻ അല്ലെങ്കിൽ സൂര്യപ്രകാശം. അങ്ങനെയാണെങ്കിൽ ടാഞ്ചിറോനെ തന്നെ ഒരു ഡീമനായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ടാഞ്ചിറോയ്ക്ക് സൂര്യപ്രകാശം കൊണ്ടാലും ഒന്നും പറ്റില്ല. എങ്ങനെയാണ് നെസുക്കോ സൺലൈറ്റിനെ സർവൈവ് ചെയ്തത്, അതേപോലെ തന്നെ ടാഞ്ചിറോയും സർവൈവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടാഞ്ചിറോനെ ഡിഫീറ്റ് ചെയ്യാൻ വേറെ ആരെ കൊണ്ടും പറ്റൂല. ഇതെല്ലാം പ്ലാൻ ചെയ്താണ് ടാഞ്ചിറോന്റെ അകത്ത് തന്റെ സെൽസും തോട്ട്സും എല്ലാം തന്നെ ഇൻസേർട്ട് ചെയ്തത്. അതിനുശേഷമാണെങ്കിൽ ടാഞ്ചിറോ അവിടെ അൺകോൺഷ്യസ് ആയിട്ടിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും വന്നിട്ട് ടാഞ്ചിറോനെ വേക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ആണെങ്കിൽ ടാഞ്ചിറോ പെട്ടെന്ന് തൻ്റെ കണ്ണങ്ങ് തുറക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവും. ടോമിയാക്ക ഗിയു ഉൾപ്പെടെ ടാഞ്ചിറോന്റെ കണ്ണ് ചുമപ്പായിട്ട് മാറും. ഡീമനെ പോലെ മൂസാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ടാഞ്ചിറോയ്ക്കാണെങ്കിൽ ഒരു കൈ കട്ടായി പോയി കാണും. ടാഞ്ചിറോ കണ്ണു തുറന്നതിന് ശേഷം ഉടനെ തന്നെ തൻ്റെ കൈ റീജനറേറ്റ് ചെയ്യും. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഡീമൺ സ്ലെയറും അവിടെ നിന്ന് പേടിച്ച് വിറയ്ക്കും. മൂസാൻ കിബുട്സുജി മരിച്ചതിന് ശേഷം ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും ഹാപ്പിയായി കാണും. ഡീമൺസ് എല്ലാവരും തന്നെ ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായി പോയി, ഇനി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ തന്നെ സഡനായിട്ട് ടാഞ്ചിറോ ഒരു ഡീമനായിട്ട് മാറുമ്പോൾ അവരുടെ ഹോപ്സ് എല്ലാം തന്നെ അവിടെ ഷാറ്റർ ആയി പോകും. അപ്പോൾ അവിടെ വെച്ച് ടാഞ്ചിറോ ഡീമൺ സ്ലെയേഴ്സിനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് തുടങ്ങും. ടോമിയാക്ക ഗിയു ആണെങ്കിൽ ടാഞ്ചിറോന്റെ അടുത്ത് പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഗിയുവിനെയും ബ്രൂട്ടലായിട്ട് തന്നെ ടാഞ്ചിറോട് അറ്റാക്ക് ചെയ്യും. അതിനുശേഷമാണെങ്കിൽ അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന കുറച്ചൊക്കെ ഡീമൺ സ്ലേയേഴ്സും വന്നിട്ട് ടാഞ്ചിറോനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അതിന്റെ കൂടെ തന്നെ ഇനോസുക്കയും ഓൾമോസ്റ്റ് ടാഞ്ചിറോനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനോസുക്കെ ആണെങ്കിൽ പിന്നെയും ടാഞ്ചിറോനോട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ടാഞ്ചിറോ ഒട്ടും തന്നെ മാറൂല. ടാഞ്ചിറോ ഫുള്ളായിട്ട് തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നെസുക്കോ ഓടി വന്നിട്ട് ടാഞ്ചിറോനെ കെട്ടിപ്പിടിക്കും. ഇതുവരെ ആയിരുന്നെങ്കിൽ നെസുക്കോ ആയിരുന്നു ഒരു ഡീമനായിട്ട് ഉണ്ടായിരുന്നത്, ടാഞ്ചിറോ ഒരു ഹ്യൂമൻ ആയിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ്. ടാഞ്ചിറോ ഒരു ഡീമനായിട്ടും നെസുക്കോ ഒരു ഹ്യൂമനുമായിരിക്കും. അവിടെ വെച്ച് നെസുക്കോ ആണെങ്കിൽ എമോഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളും ടാഞ്ചിറോനോട് പറയും. നീ ഒരു ഡീമനാവല്, നീ എൻ്റെ ബ്രദറായിട്ട് തിരിച്ചു വരണമെന്നൊക്കെ
നെസുക്കോ പറഞ്ഞ് ടാൻജിറോന്റെ ആ ഒരു മനസ്സ് മാറ്റാൻ നോക്കും. അതുവരെ അടുത്ത് വന്നിരുന്ന എല്ലാരെയും അറ്റാക്ക് ചെയ്ത ടാൻജിറോ നെസുക്കോനെ മാത്രം ഒന്നും ചെയ്യൂല. ടോമിയാക്ക ഗിയോ ആണെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലാക്കും ടാൻജിറോ തന്റെ ഇന്നർ ഡിമെൻസിലൂടെ ഫൈറ്റ് ചെയ്യുമായിരിക്കുമെന്ന്. ഒരു പോയിന്റിൽ വെച്ച് ടാൻജിറോയ്ക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നെസുക്കോനെ കുറേയൊക്കെ ഹർട്ട് ചെയ്യും. ടാൻജിറോ ആണെങ്കിൽ നെസുക്കോന്റെ കഴുത്തിലൊക്കെ സ്ക്രാച്ച് ചെയ്യും. അതിനുശേഷം ടാൻജിറോ ആണെങ്കിൽ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലോട്ട് പോകും. ഓൾമോസ്റ്റ് അവിടെ വെച്ച് ടാൻജിറോ ആണെങ്കിൽ നെസുക്കോനെ കൊല്ലുന്ന ലെവൽ വരെ പോകും. ഇത് മാത്രമല്ലാതെ ആ ഒരു ഡീമന്റെ ഷേപ്പ് ഷിഫ്റ്റിങ്ങും അവിടെ സംഭവിക്കും. ഇത് ടാൻജിറോന്റെ ബ്ലഡ് ഡീമൻ ആർട്ട് എന്നാണ് കുറെ ഫാൻസും പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് അനിമയിലോ മാങ്കയിലോ റൈറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. ടാൻജിറോ ആണെങ്കിൽ പിന്നെയും ട്രാൻസ്ഫോം ആവുമ്പോൾ തന്റെ ബോഡിയിൽ നിന്ന് കുറേയൊക്കെ സ്പൈൻസും ടെന്റക്കിൾസും വന്നു തുടങ്ങും. ഇതെല്ലാം ഫുള്ളായിട്ട് തന്നെ ടാൻജിറോന്റെ ബോഡി കവർ ചെയ്യും. മൂസാൻ കിബുത്സുജിന്റെ ഫൈനൽ ഫോമും ഇതേപോലെ ആയിരുന്നു. പക്ഷേ ടാൻജിറോന്റെ ഈ ഫോം നോക്കുമ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ അവിടെ വെച്ച് തന്നെ നെസുക്കോനെ ടാൻജിറോ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. അതിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെസുക്കോയ്ക്ക് നല്ലതുപോലെ ഹേർട്ട് ആവുകയും ചെയ്യും. പക്ഷേ ഇന്റൻഷനോടെ ടാൻജിറോ ആണെങ്കിൽ നെസുക്കോനെ ഒന്നും തന്നെ ചെയ്യൂല. ടാൻജിറോ ഇങ്ങനെ പിന്നെയും ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കനാവോ അവിടെ വരുന്നത്. ഓൾറെഡി ഷിനോബോ കോച്ചോ ആണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ തന്നെ കനാവോയ്ക്ക് ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ടാവും. ഏതൊരു ഡീമനെയും ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്ത് ഹ്യൂമനായിട്ട് മാറ്റാൻ പറ്റും. കനാവോ ഇതെങ്ങനെയും ടാൻജിറോയുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കനാവോയുടെ ഫ്ലവർ ബ്രീത്തിങ്ങിൽ വരുന്ന ഏറ്റവും പവർഫുൾ ഫോമായ വെർമീലിയൻ ഐസ് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടാൻജിറോനെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു ഫോം ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ ടാൻജിറോന്റെ ശരീരത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഹിറ്റ് ആവും. അപ്പോൾ ടാൻജിറോ ആണെങ്കിൽ അവിടെ വെച്ച് കനാവോ ആണെങ്കിൽ ആ ഒരു സമയം യൂസ് ചെയ്ത് ടാൻജിറോയുടെ ദേഹത്ത് ആ ഒരു മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്ത് ഉടനെ തന്നെ ഈ ഒരു മെഡിസിൻ വർക്കായി തുടങ്ങും. ടാൻജിറോ പെതുക്കെ ഒരു ഹ്യൂമനായിട്ടും മാറും. അവിടെ വെച്ചാണ് വേറൊരു ട്വിസ്റ്റ് നടക്കുന്നത്. മൂസാൻ ആണെങ്കിൽ ടാൻജിറോന്റെ സബ് കോൺഷ്യസിൽ അപ്പിയർ ആകും. എന്നിട്ട് ടാൻജിറോനെ എങ്ങനെയെങ്കിലും ഹ്യൂമനായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് മൂസാൻ അവിടെ ടാൻജിറോന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കും. അവിടെ വെച്ച് ടാൻജിറോ ആണെങ്കിൽ തന്റെ വിൽ പവർ യൂസ് ചെയ്ത് എങ്ങനെയും ഈ ഒരു ഡീമൻ ഫോം ഡിസ്ട്രോയ് ചെയ്തിട്ട് ഒരു ഹ്യൂമനായിട്ട് മാറാൻ വേണ്ടി നോക്കും. ആ ഒരു സമയത്ത് മെഡിസിൻസും നല്ലതുപോലെ വർക്കാവുന്നതുകൊണ്ട് ടാൻജിറോ ഒരു ഹ്യൂമനായിട്ട് മാറി തുടങ്ങും. പക്ഷേ മൂസാൻ ആണെങ്കിൽ ഉടൻ തന്നെ ഗിവപ്പ് ചെയ്യൂല. പിന്നെയും ടാൻജിറോന്റെ സബ് കോൺഷ്യസിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ടാൻജിറോയുടെ മനസ്സ് മാറ്റാൻ നോക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ടാൻജിറോനെ ഒന്നുകൂടെ മൂസാൻ കൺട്രോൾ ചെയ്യും. ആ ഒരു സമയത്താണെങ്കിൽ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ മരിച്ചുപോയ എല്ലാ അഷ്റാസും ടാൻജിറോനെ അവരുടെ കൈ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യും. ഈ ഒരു സീൻസ് ഒക്കെ വളരെ എമോഷണൽ ആയിരിക്കും. എന്നിട്ട് ടാൻജിറോ ആണെങ്കിൽ ഈ ഒരു ഡീമൺ ഫോം ഫുള്ളായിട്ട് തന്നെ ഓവർകം ചെയ്ത് ഒരു ഹ്യൂമനായിട്ട് മാറും. ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഇവരെല്ലാവരും കൂടി എമോഷണലി കുറെ കാര്യങ്ങൾ സംസാരിക്കും. അതോടെ ഈ ഒരു ഡീമൺ സ്ലെയർ ഫ്രാഞ്ചൈസ് ഫുള്ളായിട്ട് തന്നെ അവസാനിക്കും. ടാൻജിറോ ആണെങ്കിൽ ഒരു ഡീമനായിട്ട് മാറിയതിനു ശേഷം എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും ടാൻജിറോനെ ഒരു ഡീമൻ കിങ് എന്ന് വിളിക്കുന്നത് വെച്ചാൽ ടാൻജിറോ ഒരു സൺ ബ്രീതിങ് യൂസറാണ്. സൺ ബ്രീതിങ് യൂസർ എന്ന് പറയുമ്പോൾ അവരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ സ്ലേയേഴ്സ്. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമനെയും ഈവൻ മൂസാനെ പോലും ഇവർക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഡീമൻസിന് ഒട്ടും തന്നെ സൺലൈറ്റ് ഇമ്മ്യൂൺ അല്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ടാൻജിറോ ഒരു ഡീമൻ ആകുമ്പോൾ ടാൻജിറോ ഓൾറെഡി ഒരു സൺ ബ്രീതിങ് യൂസർ. അതേപോലെ തന്നെ ഒരു പവർഫുൾ സ്പോർട്സ്മാൻ ആണ്. കോക്കോഷിബുവിനെ പോലെ മൂസാന്റെ ഡയറക്റ്റ് സെൽസ് കൊണ്ടാണ് ടാൻജിറോ ഒരു ഡീമൻ ആയത്. ഇതെല്ലാം കൊണ്ട് തന്നെ ടാൻജിറോനെ ആർക്കും തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറും, അല്ലെങ്കിൽ ഡീമനായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഡീമൻ കിങ് ടാൻജിറോ എന്ന് ടാൻജിറോ ഒരു ഡീമനായിട്ട് മാറിയതിനു ശേഷം മൂസാൻ വിളിക്കുന്നത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏത് ക്യാരക്ടറിന്റെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഏറ്റവും അധികം കമന്റ്സ് വരുന്ന വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ടേക്ക് കെയർ. Cheers.